നമസ്കാരം, ഞാൻ ഡോക്ടർ നീതു കൃഷ്ണ, റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ പ്രശാന്തി ഹോസ്പിറ്റൽ ചക്കുവള്ളി. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ടോപ്പിക് ചൈൽഡ്ഹുഡ് ആങ്സൈറ്റി അല്ലെങ്കിൽ കുട്ടികളിലെ ഉത്കണ്ഠ എന്നുള്ളതാണ്. ഉത്കണ്ഠ, ടെൻഷൻ ഇവ കുട്ടികളിലായാലും മുതിർന്നവരിലായാലും സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വികാരമാണ്. സമ്മർദ്ദത്തോടുള്ള ശരീരത്തിന്റെ സ്വാഭാവികമായ ഒരു പ്രതികരണമാണ് ഉത്കണ്ഠ. എന്നാൽ സമപ്രായക്കാരോടൊത്ത് കളിക്കാൻ സാധിക്കാതെ ഇരിക്കുകയും കുഞ്ഞുങ്ങളുടെ ദൈനംദിന കാര്യങ്ങളായ ഉറക്കം, ഭക്ഷണ രീതി ഇവയിലൊക്കെ മാറ്റം സംഭവിക്കുകയും സ്കൂളിൽ പോകാനും അവരുടെ പഠനത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമായി മാറുന്നത്. കുഞ്ഞുങ്ങളിലെ ഉത്കണ്ഠ ഒരു പരിധി വരെ മാതാപിതാക്കൾക്ക് പരിഹരിക്കാവുന്നതാണ്. കുഞ്ഞുങ്ങളിൽ സമ്മിശ്ര വികാരങ്ങളാണ് സാധാരണയായി ഉണ്ടാകുന്നത്. അവരിലെ വികാരങ്ങളും വിചാരങ്ങളും എല്ലാം വൈവിധ്യമുള്ളതാണ്. കുഞ്ഞുങ്ങളെ ഉത്കണ്ഠ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്നും ഒളിച്ചോടാതെ അവയെ എങ്ങനെ നേരിടണമെന്ന് പഠിപ്പിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. ഉത്കണ്ഠയിൽ നിന്ന് ഒളിച്ചോടേണ്ട സാഹചര്യം ഉണ്ടായാൽ ആ ഒരു കുറച്ചു നാളത്തേക്ക് അവർക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനോ സാധിക്കും. പക്ഷെ പിന്നീട് അവർ വീണ്ടും ഈ ഉത്കണ്ഠ ഉണ്ടാകുന്ന അവസ്ഥകളെ നേരിടാൻ സാധിക്കാതെ വീണ്ടും ജീവിതത്തിൽ പരാജയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. പല കുഞ്ഞുങ്ങളിലും ഉത്കണ്ഠയുടെ കാരണങ്ങൾ പലതായിരിക്കും. 8 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ സാധാരണയായി കാണുന്ന ഒന്നാണ് സെപ്പറേഷൻ ആങ്സൈറ്റി. അല്ലെങ്കിൽ ഒരിടത്തു നിന്നും അല്ലെങ്കിൽ ഒരാളിൽ നിന്നും അവരെ നോക്കിക്കൊണ്ടിരിക്കുന്ന കെയർ ടേക്കറോ അല്ലെങ്കിൽ അതുപോലെ കുടുംബത്തിൽ അടുത്ത് നിൽക്കുന്ന ആരെങ്കിലും വിയോഗമോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെയോ മറ്റുള്ളവരുടെയോ സാന്നിധ്യം ഇല്ലാത്തപ്പോൾ അപരിചിതരമായി ഇടപഴകാനുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നത്. സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളിലാകട്ടെ സ്കൂളിലെ ഹോംവർക്കുകൾ ചെയ്യുന്നതിനും അതുപോലെ തന്നെ സ്കൂളിൽ ഉണ്ടാകുന്ന ഇപ്പം അധ്യാപകർ തന്നെ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ അവരെ കളിക്കാൻ അനുവദിക്കുകയോ ചെയ്യാതിരിക്കുമ്പോൾ അവർ സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടുകയും അതിനെക്കുറിച്ച് ആശങ്കപ്പെടുകയും ചെയ്യുന്ന രീതികളാണ് കാണുന്നത്. ഇതും ഉത്കണ്ഠയുടെ വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഈ ഉത്കണ്ഠ നമ്മൾ ഭയപ്പെടുന്നത് ഇതൊരു ഫോബിയ, അതായത് ഒരു ഭയത്തിലേക്ക്, ഭയം എന്ന വികാരം വളരെ ചെറിയ രീതിയിൽ നല്ലതാണ് കുഞ്ഞുങ്ങൾ. കാരണം ഇപ്പം തീയിൽ തൊട്ടാൽ തീപ്പൊള്ളലേൽക്കും എന്നുള്ള ഒരു ഭയം മനസ്സിലുണ്ടെങ്കിൽ ആ കുഞ്ഞ് ഉറപ്പായിട്ടും പിന്നീട് തീ കൊണ്ട് കളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തത്തില്ല. എന്നാൽ ഇതൊരു ഫോബിയ പോലുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ആഴമേറിയ ഒരു ജലാശയത്തിൽ ഇറങ്ങിയാൽ അതിൽ അപകടം സംഭവിക്കും എന്നുള്ള ഭയം നല്ലതാണ്. പക്ഷെ വെള്ളം കാണുന്നതേ പേടിയാണെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുമ്പോൾ അത് കുഞ്ഞിന്റെ മാനസിക ശാരീരിക നിലകളെ ബാധിക്കുന്നു. അടുത്ത ഒരു പ്രധാനമായിട്ടുള്ളത് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ ആണ്. എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഞാൻ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ പെരുമാറുന്ന രീതി ശരിയാണോ, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്ന രീതി ശരിയാണോ എന്നുള്ള ഒരു ആത്മവിശ്വാസമില്ലാത്ത ഒരവസ്ഥയാണ്. ഇതാണ് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ മറ്റുള്ളവരോട് പെരുമാറാതെ, അതായത് മറ്റുള്ളവരിൽ നിന്ന് പൂർണ്ണമായും ഉൾവലിഞ്ഞ സമപ്രായക്കാരോടൊത്തുപോലും കളിക്കാത്ത ഒരു പ്രകൃതത്തിലേക്ക് മാറുന്നു. അടുത്തത് ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ. ഇത് എപ്പോഴും എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും, അതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ടുകൊണ്ടിരിക്കും. സമപ്രായത്തിലുള്ള മറ്റുള്ള കുഞ്ഞുങ്ങളെക്കാൾ ഭാവിയിലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചിന്തിച്ച് എപ്പോഴും എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് എപ്പോഴും ഇങ്ങനെ അധികം കളിക്കാതെ മൂടിയായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ കൂടുതലായിട്ടും ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ ആയിരിക്കും. അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് പാനിക് അറ്റാക്ക് ആണ്. പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉത്കണ്ഠപ്പെടും അല്ലെങ്കിൽ ഭയവും വരുമ്പോൾ ഹൃദയമിടിപ്പ് കൂടുകയും ശരീരം കുഴയുന്ന അവസ്ഥയിലേക്ക് വരികയും ശരീരവും ഈ ഉത്കണ്ഠയോട് പ്രതികരിക്കുന്ന ഒരു അവസ്ഥയാണ് പാനിക് അറ്റാക്ക്. ഈ കുഞ്ഞുങ്ങളിലെ ഉത്കണ്ഠ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അത്ര പെട്ടെന്നൊന്നും കുഞ്ഞുങ്ങളോട് ഒരു തുറന്ന സംസാരത്തിൽ കൂടെ മാത്രമേ അവരെന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. എങ്കിൽ തന്നെയും പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് കരയുക, ഉറക്കമില്ലാത്ത അവസ്ഥയിലേക്ക് വരിക, രാത്രിയിൽ മൂത്രമൊഴിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, അസ്വാഭാവികമായിട്ട് അവരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ മാതാപിതാക്കൾക്ക് ശ്രദ്ധിക്കുമ്പോൾ തന്നെ അവർ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നും എന്തെങ്കിലും കാര്യങ്ങൾ അവരെ അലട്ടുന്നുണ്ടെന്നും ഒക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ഉത്കണ്ഠയുടെ കാരണങ്ങൾ എന്താണ്? പ്രധാനമായിട്ടും ചില കുഞ്ഞുങ്ങൾ ഇമോഷണലി വളരെ സെൻസിറ്റീവ് ആയിരിക്കും. അവർ ബയോളജിക്കലി ആയാലും കുടുംബപരമായിട്ടായാലും എല്ലാം അവരുടെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ഉണ്ടായാലും ആ ഒരു ഇമോഷണൽ ഇംബാലൻസ് ഉള്ളവരായിരിക്കും. ചില കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ വിയോഗത്തിലോ അല്ലെങ്കിൽ അവരുടെ മരണത്തിലോ, അതല്ലെങ്കിൽ തന്നെ ചില കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ സ്കൂളോ വീടോ പെട്ടെന്ന് മാറുന്നത് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഉണ്ടോ, അതേപോലെ തന്നെ വീട്ടിൽ അച്ഛനമ്മമാർ തമ്മിൽ പൊരുത്തമില്ലായ്മ, അവരെ എപ്പോഴും കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് വഴക്കുണ്ടാക്കുക, അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുമായിട്ട് സ്നേഹത്തോടെ ഇടപഴകാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ആ കുടുംബ ബന്ധങ്ങളുടെ ഒരു വിള്ളലുകളും കുഞ്ഞുങ്ങളെ ഈ ഇത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് നയിക്കും.
അതേപോലെ തന്നെ നിരന്തരമായ ഉപദ്രവങ്ങൾക്കോ ചൈൽഡ് അബ്യൂസ് പോലെയുള്ള സംഭവങ്ങളിലൊക്കെ നേരിടേണ്ടി വരുന്ന കുഞ്ഞുങ്ങളും ഉത്കണ്ഠാകുലരായി കാണപ്പെടുന്നു. ഇനി ഇതിന്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാൾ ഈ എല്ലാ കാര്യങ്ങളിലേക്കും ഇങ്ങനെ എപ്പോഴും ആങ്സൈറ്റി പോലെ അല്ലെങ്കിൽ എപ്പോഴും എന്തിനെക്കുറിച്ചെങ്കിലും ചിന്തിക്കുക, ഒന്നിലും നല്ല രീതിയിൽ സംഭവിക്കത്തില്ല എന്നൊരു തോന്നലുകളൊക്കെ തന്നെ കുഞ്ഞുങ്ങളിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വളർന്ന് വരുമ്പോൾ ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അതേപോലെ തന്നെ സ്കൂളിലായാലും മറ്റുള്ളവരുടെ ഇടയിലായാലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയാതെ അവരുടെ കരിയർ തന്നെ അല്ലെങ്കിൽ അവരുടെ ആ സാമൂഹ്യമായ അവസ്ഥയെ തന്നെ അത് ബാധിക്കുന്ന ഒരു തരത്തിലേക്ക് എത്തുന്നു. മറ്റുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ സൂയിസൈഡൽ ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. ഇനി ഇത് എങ്ങനെ തടയാം? മെഡിക്കൽ രീതിയിലും ഇതിനെ ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞു വെക്കാം. അതേപോലെ ഏറ്റവും പ്രധാനം രക്ഷകർത്താക്കളെയും കുഞ്ഞുങ്ങളോട് അടുത്ത് നിൽക്കുന്നവരുടെയും ഇടപെടലാണ്. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയിൽ കൂടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഉത്കണ്ഠയെ നേരിടാനുള്ള സ്കിൽസും അതിനുള്ള ആത്മവിശ്വാസവും മനോധൈര്യവും ഒരു പരിധിവരെ വളർത്തിയെടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ മെഡിക്കേഷൻസും അവൈലബിൾ ആണ്. പക്ഷേ ഇതൊക്കെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. മാതാപിതാക്കളുടെ ഇടപെടൽ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉത്കണ്ഠയുള്ള അവസ്ഥയിൽ നിന്നും ഒളിച്ചോടാതെ ഇതിനെ എങ്ങനെ നേരിടണം, ഈ അവസ്ഥയിൽ നമ്മൾ എങ്ങനെ സ്വയം പര്യാപ്തരാവണം എന്നുള്ളത് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി കൊടുക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുഞ്ഞുങ്ങളോട് തുറന്ന് സംസാരിക്കുക. അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അവരെ അലട്ടുന്ന പ്രശ്നങ്ങൾ എന്നുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുഞ്ഞുങ്ങളുമായിട്ട് ഒരു തുറന്ന സംസാരം ഉണ്ടാകുക. എങ്കിൽ മാത്രമേ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ആ സാഹചര്യങ്ങൾ എങ്ങനെ നേരിടണമെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റൂ. കുഞ്ഞുങ്ങളുടെ മനോവികാരങ്ങളെ അവർക്ക് സ്വയം മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോകളും അതുപോലെ തന്നെ ചലച്ചിത്രങ്ങളും അതുപോലെ ലേഖനങ്ങൾ അതേപോലെയുള്ള പുസ്തകങ്ങൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സഹായത്തോടു കൂടി അവർക്ക് ഈ അവസ്ഥകൾ എന്തുവാണെന്ന് സ്വയം മനസ്സിലാക്കി എടുക്കുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടാക്കാൻ പറ്റും. ഇനി വീട് മാറ്റം, സ്കൂൾ മാറ്റം ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് വീട് മാറേണ്ട അല്ലെങ്കിൽ സ്കൂൾ മാറേണ്ട ഒരു ആവശ്യകത വന്നു, ആ പുതിയ സാഹചര്യങ്ങൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു മുൻകൂർ അവബോധം കൊടുക്കുക. അതേപോലെ തന്നെ കുഞ്ഞുങ്ങളെ, ഉത്കണ്ഠയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ നമ്മൾ സ്വയം ഓവർ സ്ട്രെസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്വയം ഉത്കണ്ഠാകുലരായി അവരെ ഓവർ പ്രൊട്ടക്റ്റീവായി ആ സാഹചര്യങ്ങളിൽ എങ്ങനെ നേരിടണമെന്ന് മനസ്സിലാക്കി കൊടുക്കാതെ അവരെ ഓവർ പ്രൊട്ടക്റ്റീവായി കൂടുതൽ പൊതിഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ അവസ്ഥയെ അതിജീവിക്കാനുള്ള ആ ഒരു കഴിവ് കൈയെത്തിപ്പിടിക്കാൻ സാധിക്കില്ല. ഫ്രഞ്ച് തത്വചിന്തകനായ റൂസോ പറഞ്ഞതുപോലെ സാഹചര്യങ്ങളെ നേരിടാൻ അനുഭവങ്ങളിലൂടെ അവസരം കൊടുക്കുക എന്നാണ് പറഞ്ഞത്. അതായത് കുഞ്ഞുങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടാവാൻ നമ്മൾ അവസരം കൊടുക്കുക, എങ്കിൽ മാത്രമേ അവർക്ക് ആത്മവിശ്വാസവും സാഹചര്യങ്ങളെ നേരിടാനുള്ള ആ ഒരു കരുത്തും ആർജിക്കാൻ സാധിക്കുകയുള്ളൂ. ഉത്കണ്ഠകൾ അല്ലെങ്കിൽ ചിന്തകൾ സ്വാഭാവികമായും തിരമാലകളെ പോലെയാണ്. അവ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഓരോ സാഹചര്യത്തിലും ഓരോ സമ്മർദ്ദങ്ങളെയും എങ്ങനെ നമ്മൾ അതിജീവിക്കണം, ഓരോ സിറ്റുവേഷനും നമ്മൾ എങ്ങനെ പൊരുത്തപ്പെടണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മിസ് വേൾഡ് ആയിട്ടുള്ള മാനുഷി ചില്ലറിനോട് ലാസ്റ്റ് റൗണ്ട് മത്സരത്തിൽ ചോദിച്ച ചോദ്യം യങ് ജനറേഷൻ നേരിടുന്ന ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള അവർ നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് എന്താണെന്നുള്ളതായിരുന്നു. അതിന് അവർ പറഞ്ഞ മറുപടി ലാക്ക് ഓഫ് കോൺഫിഡൻസ് അഥവാ ആത്മവിശ്വാസമില്ലായ്മ എന്നുള്ളതാണ്. ഈ ആങ്സൈറ്റി ഇതേപോലെയുള്ള ഫിസിക്കൽ മെന്റൽ സ്ട്രെസ്സുകളാണ് ഈ ആത്മവിശ്വാസമില്ലായ്മയിലേക്ക് ഒരു തലമുറയെ എത്തിച്ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രക്ഷകർത്താക്കളായാലും നമ്മുടെ വീടുകളിലുള്ളവരായാലും കുഞ്ഞുങ്ങളെ നോക്കുന്നവരായാലും കുഞ്ഞുങ്ങളിലെ ചെറിയ ചെറിയ സാഹചര്യങ്ങളെ പോലും ഏത് രീതിയിൽ പൊരുത്തപ്പെടണമെന്നും ഏത് രീതിയിൽ അവരെ ഒരു സിറ്റുവേഷൻ അഭിമുഖീകരിക്കണമെന്നും അവരെ മനസ്സിലാക്കിയെടുത്ത് അവരോട് തുറന്ന് സംസാരിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക.